അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ ഉള്ളത്തിനകത്തിലെ ഒരു ചെറിയ ആഗ്രഹമാണ് റോം എന്ന പട്ടണം കാണണമെന്നുള്ളത്. എഫേസ്യ പട്ടണത്തിൽ താൻ ആയിരിക്കുമ്പോൾ തൻ്റെ ഉള്ളത്തിനകത്തിൽ ആ ഒരു ചെറിയ ആഗ്രഹം താൻ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞുപോയി, ആഗ്രഹം നടന്നില്ല. കപ്പൽ യാത്രയിലായിരിക്കുന്ന പൗലോസിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നശിച്ച ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തിയോടെ ബലപ്പെടുത്തിയിട്ട് അവനോട് പറയുക, ഈ ബോട്ടിനകത്തിലിരിക്കുന്ന ആരും മരിക്കത്തില്ല, അതുമാത്രമല്ല നീ റോമിൽ എനിക്ക് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രിയരെ, ഇതിനകത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഭക്തനായി ജീവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തിൽ വിരിഞ്ഞ ആ ചെറിയ ചിന്ത പോലും കർത്താവ് തൻ്റെ കണക്ക് പുസ്തകത്തിനകത്തിൽ ഇട്ടിട്ട് അവനെ ആ റോമിൽ എത്തിക്കുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കിയ ആ നല്ല കർത്താവിന് നിന്റെ ഹൃദയത്തിനകത്തിലെ ആഗ്രഹത്തെ ശ്രേഷ്ഠമായി ചെയ്തു തരുവാൻ ശക്തനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം വിശ്വസിച്ചിട്ട് പറയുക, എൻ്റെ ദൈവം എൻ്റെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുവാൻ ശക്തനായ ഒരു നല്ല കർത്താവാണ്. ഞാൻ കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിലനിൽക്കുമ്പോൾ എനിക്ക് വേണ്ടുന്ന ആവശ്യമായ സകല കാര്യാദികളും നിവർത്തിപഥത്തിൽ എത്തിക്കുവാനും ആ നല്ല കർത്താവ് ശക്തനാണ്. പ്രിയരെ, നാം സ്നേഹിക്കുക മാത്രമല്ല, നമ്മെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ആ നല്ല കർത്താവ് നമ്മളെ പോറ്റി പുലർത്തും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ അറിയുന്നു, എല്ലാ മേഖലയിലും നമ്മളെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കുവാനും ശക്തനാണ്. ആ കർത്താവിനോടുള്ള യഥാർത്ഥമായ സ്നേഹം നമുക്ക് എത്ര പേർക്കുണ്ട്? നാം എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് ആ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുവാനിടയാകും. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. I bless you in Jesus' name. Amen.